പരിചയമില്ലാത്ത നമ്പർ. CBI. എൻ്റെ കർത്താവെ, ഒരു രീതിയിലും മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല. ഞാൻ എടുക്കൂലടാ CBI. ഓ, ഞാൻ അവിടെ നിന്ന് എല്ലാം കൂടി എടുത്തത് ഒരു 1,00,000 രൂപയ്ക്കകത്തേ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ എന്തായാലും കൈയിട്ട് വാരിയിട്ടില്ല. ഇവിടെ കോടികൾ കമത്തണവന്മാർ സുഖമായിട്ട്. പൊക്കുട്ടൻ സാറ് ദുഷ്ടൻ നേതാവാണ് പോലും നേതാവ്. ഇങ്ങനെ ഒരു CBI അന്വേഷണം വന്നിട്ട് ഒരു വാക്കുകൾ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെ പേര് വിളിച്ച് പറയുവേ. എന്നെക്കാളും കൂടുതൽ കൈയിട്ട് വാരിയിട്ടുള്ളത് നിങ്ങൾ തന്നെ. ഞാൻ കയറി വന്നാൽ ഒരു 1,00,000 രൂപയ്ക്കകത്ത് അത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നല്ല എമൗണ്ട് ഉണ്ട്. ദുഷ്ടൻ ഇത്രയും വർഷം വിശ്വസിച്ച് കൂടെ നിന്നിട്ട് ഞാൻ എടുക്കൂല ഫോൺ. എന്തൊരു ദ്രോഹമാണ്. അല്ലെങ്കിൽ തന്നെ ചെറിയ 1,00,000 രൂപയ്ക്കകത്തുള്ള പൈസ നമ്മളെടുത്ത് ഇനി CBI എന്തിന്? CBIക്ക് വേറെ എന്തെല്ലാം അന്വേഷിക്കാൻ കിടക്കണം. അതൊന്നും അന്വേഷിക്കൂല. നമ്മളെപ്പോലുള്ള പാവങ്ങളിൽ നിന്ന് നക്കാപ്പിച്ച് എടുക്കണത് അന്വേഷിച്ച് ഓടി വരും. തങ്കം ചിലപ്പോൾ CBI തങ്കത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കണായിരിക്കും. ഞാൻ ഇനിയിപ്പം എവിടെ പോയി ഫോണങ്ങ് ഓഫ് ചെയ്ത് വെച്ചാലോ? അതായിരിക്കും നല്ലത്. ഫോൺ നല്ലത്. വന്നാ എന്റെ പൊന്നു, ഇത് എന്തൊരു ഉറക്കായിരുന്നു. എത്ര പ്രാവശ്യം വന്ന് വിളിച്ച് ഞാൻ. ഇത് എന്ന് മുതൽ ഈ വാതിലൊക്കെ അടച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങിയത്? ഉറങ്ങിപ്പോയി. എടുക്കട്ടെ. നീ എന്റെ ഫോണൊക്കെ എന്ത് ചെയ്തു? അവൾ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. തങ്കം ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച്. ക്ലീറ്റസ് എന്ത് ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും കണ്ട് പേടിച്ചു? ഒരുമാതിരി പേടിച്ചതുപോലെ ഇരിക്കുന്നു മുഖം. അത് പിന്നെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ട് ഒരു കാട്ടുപോത്തെ എന്നെ വന്ന് ഇങ്ങനെ ഇടിക്കാൻ കുത്താൻ വന്നേ. കാട്ടുപോത്ത് നിന്നെ? അതാ കഴിക്കി. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ വേണ്ട ധർണ നടത്തിയ മറ്റേ ബഷീർ സാറില്ലേ, SI, പുള്ളി ഇപ്പൊ CBI ഡെപ്യൂട്ടേഷൻ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് എത്തി. ഈ മേടിക്കൊന്നും വേണ്ട, നിന്നെ അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. നിങ്ങൾ ആഡീസണ്ട. ഈ CBIയുടെ ചോദ്യം ചെയ്യലൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ? എന്തിട്ട് അങ്ങനെയൊക്കെ അല്ല ചോദിച്ചത്. അവിടെ അന്വേഷണം നമ്മളെ പോലെ അല്ലല്ലോ. നല്ലപോലെ ഉദ്രവിക്കോ? ദേഹത്തോടുള്ളടി, പക്ഷെ ഉത്തരം പറയും. ഉദാഹരണത്തിന് ഇവ എന്തൊരു തെറ്റിയെന്ന് വെച്ചോ, ഇവനെ നേരെ വിളിച്ച് അങ്ങ് ചോദിക്കാനൊന്നുമില്ല. ചുറ്റും തമ്പിടനെ വരെ അന്വേഷിക്കും. തമ്പിയണ്ണൻ, നടരാജൻ, അൻസാർ, അങ്ങനെ അവന്റെ ചുറ്റും അവന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും. അന്വേഷിച്ച് മനസ്സിലാക്കി വെള്ളം കുടിപ്പിക്കും. അതായത് നമ്മൾ അറിയാതെ കാര്യങ്ങൾ പറഞ്ഞു പോകും. കാരണം നമുക്ക് ചുറ്റും പിന്നെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ലോക്ക് ചെയ്തല്ലേ അവര്. അതാണ് CBIയുടെ. മതി മതി, എനിക്ക് വയറിനൊരു എന്തോ പോലെ. ഒരെണ്ണമെങ്കിലും കഴിക്കും ചേട്ടാ. വേണ്ടല്ലോ മോളെ, എനിക്ക് ഇപ്പം വേണം. അല്ല എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്തേക്കാം. നീ ഇവിടെ കിടക്കാം. നീ ഇപ്പം അങ്ങപ്പുറത്ത് പോണ്ട, അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ കിടക്കാം. നീ ഇവിടെ കിടക്കുന്നേ.